ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കുറ്റടിയിലാണ്, അതായത് കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്നറിയോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, കുരുമുളക് മെതിച്ച് കൊടുക്കപ്പെടും. എങ്ങനെയാണ് കുരുമുളക് മെതിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതൊരു മെഷീനുണ്ട്, ആ മെഷീൻ ത്രൂ ആണ് ചെയ്യുന്നത്. കറണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തരാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയുക, നിങ്ങളുടെ കുരുമുളക് മെതിക്കാൻ ഇവിടെ വരാം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഇപ്പോൾ കുരുമുളക് മെതിക്കാൻ വന്നേക്കുന്നവരാണേ. ഇതാണ് ആ കുരുമുളക് മെതിക്കുന്ന മെഷീന്. കണ്ടോ, മെതിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് ചാക്കിൽ കുരുമുളക് കൊണ്ട് വെച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി മെതിച്ച കുരുമുളകാണ് കേട്ടോ, മെതിച്ച് കഴിഞ്ഞ കുരുമുളക്. ഞാൻ കാണിച്ചു തരാവേ. ഇത് മെതിച്ച് കഴിഞ്ഞ കുരുമുളകാണ്. ഇനി ഇത് ഉണങ്ങി കറുത്ത ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കും. ഇത് ഉണങ്ങണം കേട്ടോ ഇനി കൊണ്ടുപോയിട്ട്. അയ്യോ, പച്ച കുരുമുളക്, ചുമന്ന കുരുമുളക്, അതെ പഴുത്ത കുരുമുളക്. കുരുമുളക് മെതിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഇതെങ്ങനെയാണ് മെതിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാവേ. അപ്പം ഇവിടെ എല്ലാം വൃത്തിയാക്കി, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി. മെതിച്ച കുരുമുളക് കൊണ്ട് പോകുന്ന കാണുന്നേ. മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഒന്നും കൂടെ ഇടും. ഈ കാണുന്നത് ഒന്നും കൂടെ ഇട്ടതിന് ശേഷമാണ് ഇതിലുള്ള 1-2 കുരുമുളകൊക്കെ ഉണ്ട്. ഇതിൽ വീണ്ടും ഇട്ട് ഒന്നും കൂടി ഈ മെഷീനിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇതാ ഒരു ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ചായനൊക്കെ ഇവിടെ ഇത് മുളക് മരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും ഇത് അരിച്ച് ആണ് എടുക്കുന്നത്. ഇതിനകത്തുനിന്നുള്ള ചെറിയ ചെറിയ നാരുകളൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് വീഴും. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുരുമുളകാക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്നും കൂടെ എടുത്തിട്ട് അതിലേക്കിട്ട് ഇതിനകത്തുള്ള എല്ലാ കുരുമുളകുകളും ഇതിനകത്തേക്ക് ആക്കി കൊടുക്കും. അതിന് ശേഷം കിട്ടുന്ന ഈ ചരട് വളവായിട്ട് ഉപയോഗിക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ഇതേന്നിങ്ങനെ കാല് പൊള്ളും. ഓക്കേ. ഓ ശരി, ഇതാണ്ടോ
അപ്പം അത് അരിച്ചെടുത്ത പെർഫെക്റ്റ് കുരുമുളകാണ് കേട്ടോ ഈ പോകുന്നത്. ഒന്ന് നമ്മുടെ ആ ഒരു ചരടല്ലേ, ആ ചരട് ഇട്ട് അതിലുള്ള കുഞ്ഞു കുഞ്ഞു കുരുമുളകുകളുണ്ട്, 1, 2 ഒക്കെ ആയിട്ടുള്ള കുരുമുളകുകളുണ്ട്. അതുവരെയൊക്കെ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. ഇതുണ്ടോ 1, 2 ഒക്കെ ആയിട്ട് വന്ന് വീഴുന്നുണ്ടോ? ഇതാണ് ആ നമ്പർ. നിങ്ങൾ ഇതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ഈ സ്ഥലമുള്ളത് കൊച്ചറയാണ് സ്ഥലം. അതിനുശേഷം ഈ മുളക് എത്ര ഉണ്ടെന്ന് തൂക്കിയതിന് ശേഷമാണ് ആൾക്കാർക്ക് കൊടുത്തയക്കുന്നത്. ചേട്ടാ, ഈ മെഷീനെ പറ്റി ഒന്ന് പറയൂ. ഈ മുളക് മരിക്കുന്ന മെഷീന് ഞാനിവിടെ ഈ നാട്ടില് ശരിക്കും പറഞ്ഞ ഇടുക്കിയിലെ തന്നെ വ്യാവസായികമായ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങിയ ആളാണ്. 5 വർഷം 5 സീസണിൽ മുളക് വെച്ചു. ഈ മെഷീന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഈ നാട്ടുകാരനാണ് ഉണ്ടാക്കുന്നത്. ഈ മെഷീനിൽ ഒരു മണിക്കൂറിൽ ഞാനൊരു 600-650 കിലോ വരെ 2 റൗണ്ട് ഇടുന്ന അങ്ങനെ 650 കിലോ വരെ ഒരു മണിക്കൂർ നമുക്ക് മെതിക്കാൻ പറ്റും. മറ്റേ മെഷീനെ അപേക്ഷിച്ച് ഇവിടെ പല കമ്പനികളുടെ മെഷീൻ അപേക്ഷിച്ച് നല്ല പഴമാണെങ്കിൽ പോലും തൊലി പോവുകയോ മുളക് പൊട്ടുകയോ ചെയ്തില്ല. അപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങള് രണ്ടും ഞാനും ജാജനും ഞങ്ങളുടെ ഒരു സ്റ്റാഫും കൂടെ ഞങ്ങൾ 3 പേരാണ് അവിടെ. വളരെ വേഗം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ 5 വർഷമായിട്ട് ചെയ്യുന്നു. 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് അകലകളിൽ നിന്ന് പോലും ഒരുപാട് അകലയിൽ നിന്ന് കൂട്ടിക്കാനം മുതൽ എനിക്ക് നെടുങ്കണ്ടാപുറത്ത് പോലെ അതുപോലെ ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്ന് മരിച്ച് സംതൃപ്തരായിട്ട് പോകുന്നു. അവർ വീണ്ടും വീണ്ടും എന്നെ സമീപിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ പോകുന്നു. ധാരാളം. ഇനി കുരുമുളകിന്റെ നമ്മളെ ചരട് തൂക്കുവാണ്. കസ്റ്റമേഴ്സ് കൊണ്ടുവരുമ്പോൾ ചരട് തൂക്കി കിലോയ്ക്ക് 3 രൂപ വെച്ചാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. അപ്പൊ നമ്മളത് കൊടുക്കുമ്പോൾ നല്ല പൊടി പോലും ഇല്ല, നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവർ സംതൃപ്തരാണ്. ഉണങ്ങാൻ കൊണ്ടുപോകുന്നവർ വളരെ സംതൃപ്തിയോട് പോകുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെയാണ് പച്ച കുരുമുളക് മെതിക്കുന്നതെന്നാണ്. അപ്പം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കുരുമുളക് മെതിക്കുന്ന ഒരു ചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 5 വർഷമായിട്ട് ആ ചേട്ടൻ ഇവിടെ സ്ഥിരമായിട്ട് ഈ സ്ഥലത്ത് വന്ന് കുരുമുളക് മെതിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ചേട്ടൻ്റെ അഭിപ്രായത്തിലോട്ടൊന്ന് കിടക്കാം. ചേട്ടൻ 5 വർഷമായിട്ട് ഇവിടെ വന്ന് മെതിക്കുന്ന. അപ്പോൾ ചേട്ടൻ ഈ ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താ? പൂർണ്ണ വിശ്വാസമാണ്. മുളക് കൊടുത്ത് കറക്റ്റായിട്ട് നോക്കിയാൽ 1 മണി മുളക് കൊടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അത് പൊടിയായാലും ചരടായാലും നമുക്ക് പോയി കെട്ടി തന്നുകൊടുക്കും. അപ്പം ചേട്ടൻ ഇതിൽ 100%. ഓക്കെ താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് രായങ്കണ്ടം. ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം ഇവരെ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 9540 454800. റോബിൻ കടന്നോട്ടെന്നാണ് കേട്ടോ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പേര്. നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. See you with another good video. Bye. Take care.